സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. 2.69 കോടി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചത്. കരട് പട്ടികയിൽ നിന്നും 1.5 ലക്ഷം പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ് ഒരിക്കൽ കൂടി. റഹീസ്, ഏറെ ആശങ്കകൾക്കും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും എല്ലാം ഒടുവിൽ അന്തിമ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ഇപ്പോഴും 1.5 ലക്ഷം പേർ പുറത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് LDFും UDFും ഒക്കെ ഈ ഘട്ടത്തിൽ ഇതിനോട് പ്രതികരിക്കുന്നത്? ഇനിയിപ്പോൾ വോട്ടർ പട്ടികയിൽ ഒരു തിരുത്തിന് സാധ്യതയുണ്ടല്ലോ അല്ലേ? ആര്യ, SIRൽ കേരളത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പുന്നയിക്കുന്നതിനിടെയാണ് SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാനത്ത് ഇന്ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഇന്നലെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ 2.69 കോടി വോട്ടർമാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പുറത്തിറക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്ന് CEO രത്തൻ കേൽക്കർ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ പുതുതായി കഴിഞ്ഞ പട്ടികയിൽ നിന്ന് ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. പുതുതായി 15 ലക്ഷം പുതിയ വോട്ടർമാർ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 4 ലക്ഷത്തിലധികം വോട്ടർമാരും 18 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 30 ലക്ഷം പേർ ഈ പട്ടികയിൽ ഇല്ല എന്നതാണ് CPIMന്റെ ആരോപണം. അത്തരം പരാതികൾ ഉണ്ടെങ്കിൽ അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം പരിശോധിക്കാം എന്നാണ് രത്തൻ കേൽക്കർ ഇന്നലെ മറുപടി പറഞ്ഞത്. ഇനി ഉള്ള ഒരു കാര്യം, വോട്ടർ പട്ടികയിലെ അന്തിമ വോട്ടർ പട്ടികയാണ് ഇന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദിവസം വരെ സാധാരണഗതിയിൽ പുതിയ ആളുകൾക്ക് വോട്ട് ചേർക്കാം. അത് ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് അന്തിമ വോട്ടർ പട്ടിക എന്ന് പറയുമ്പോൾ ഇന്നത്തെ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനി വോട്ട് ചെയ്യാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നാരും കരുതേണ്ടതില്ല എന്ന കാര്യം കൂടി ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിക്കുന്നുണ്ട്. ആര്യ, ഓക്കെ, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.